അറബിക്കടലിന് മുകളിലുള്ള ഇന്ത്യയുടെ പവർ പ്രൊജക്ഷൻ ശക്തിപ്പെടുത്തുന്നതിനാൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന യുദ്ധസന്നദ്ധത പരീക്ഷിക്കുന്നതിനായി തത്സമയ ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. സങ്കീർണമായ ഒരു ഭീഷണി സാഹചര്യത്തിലെ നാവികസേനയുടെ തയ്യാറെടുപ്പ്, തന്ത്രങ്ങളും ആയുധ സംവിധാനങ്ങളും പരിഷ്കരിക്കൽ എന്നിവ ഈ അഭ്യാസങ്ങൾ സാധൂകരിച്ചു. യാഥാർത്ഥ്യബോധമുള്ള പ്രവർത്തന അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ, വിമാന വിരുദ്ധ പ്രതിരോധ ശേഷികൾ ഈ അഭ്യാസങ്ങൾ തെളിയിച്ചിരുന്നു. വിവിധ മേഖലകളിൽ ഏകോപിപ്പിക്കാനുള്ള ഈ കഴിവ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്രം പ്രയോഗിക്കാനുള്ള ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം നിരവധി ചാനലുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഇന്ത്യ അനുവദിക്കുകയും അങ്ങനെ സൈനിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തവും ഒരു എതിരാളിക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പ്രയാസകരവുമാക്കി തീർക്കുന്നു. ഇതൊരു പ്രതികാര നടപടിയല്ല, പകരം ശത്രു രാജ്യങ്ങളുടെ ആത്മപരിശോധനയ്ക്കുള്ള നിമിഷം കൂടിയാണ്. എന്നാൽ വീണ്ടും പഹൽഗാം പോലെയുള്ള തീവ്രവാദ ആക്രമണം ആവർത്തിച്ചാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുൻപത്തേക്കാൾ ശക്തമായി ആക്രമിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ദൂരിലെ ഇന്ത്യൻ നാവികസേനയുടെ വിന്യാസത്തിന് കഴിഞ്ഞിരുന്നു.